ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ചേട്ടനില്ല, നമ്മുടെ 5ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണിത്. അതിനകത്ത് 2ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി മാത്രമേ ഞങ്ങൾ ആഘോഷിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം അങ്ങനെയൊക്കെ കടന്നു പോകുമായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ബാക്കി നമുക്ക് വേറെയുള്ള അമ്പലങ്ങളിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അമ്പലത്തിലൊക്കെ തൊഴുതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് അറവുകാട് ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ദേവീക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. വന്ന ഉടനെ തന്നെ ദേവ ആ റോഡിലൊക്കെയാണ് തൊഴുതുകൊണ്ട് പോകുന്നത്. അവളിങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് കടന്നു കേട്ടോ. ഇവിടെ തൊഴുതിട്ട് പോയിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ ചെന്ന് ഒരുങ്ങി പിടിച്ച് ദേവയ്ക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകണം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങുവാണ്. അവിടെ നിന്ന് ദേവയ്ക്ക് ഒരു കളിപ്പാട്ടമൊക്കെ മേടിക്കണമെന്നും പറഞ്ഞ് ബേളം വെച്ചപ്പോൾ ഞാനൊരു സ്ലൈറ്റൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ബീഫ് മേടിക്കാനായിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്നു കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ടാണ് ഇന്ന് എഴുന്നേറ്റതും, ഉറങ്ങിപ്പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോയി ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ദേവയ്ക്ക് നിർബന്ധമായിരുന്നു അവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് മിഠായി കൊടുക്കണമെന്ന്. അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, പിന്നെ പിള്ളേർക്ക് മിഠായി കൊടുക്കണ്ടേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിള്ളേർക്ക് മിഠായി മേടിച്ചിട്ടാണ് ദേവ പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കേക്കൊന്നും മുറിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആളില്ലാതെ എന്ത് കേക്ക് മുറിയല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ കേക്കൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ബിരിയാണി വെച്ചു കഴിച്ചു, അത്രേ ഉള്ളായിരുന്നു കേട്ടോ. ആഘോഷമോ ഒന്നുമില്ല. അതപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അല്ലേ. നാട്ടിൽ നമ്മുടെ ഹസ്ബൻഡ് ഇല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ ആയിരിക്കും ആഘോഷം. അപ്പം ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോവുകയാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ദേവയുടെ ഡാൻസ് ക്ലാസ്. ഇതിന് മുകൾ ഭാഗത്തായിട്ടാണ് ഡാൻസ് ക്ലാസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറവുകാടൊക്കെ ഉള്ള പുന്നപ്പുറ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് വരാം. നമ്മുടെ പുന്നപ്പുറയിൽ അറവുകാട് ക്ഷേത്രത്തിന് കുറച്ച് വടക്കോട്ട് മാറിയിട്ടാണ് കേട്ടോ ദേവയുടെ ഡാൻസ് സ്കൂള്. അങ്ങനെ ഞാൻ അവളെയൊക്കെ ആക്കിയിട്ട് അവളുടെ കുട്ടികൾക്കൊക്കെ മിഠായിയൊക്കെ കൊടുത്തിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന് നമ്മൾ ബിരിയാണി ശരിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ നമ്മുടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താവുന്നൊരു പിടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ബീഫ് ബിരിയാണി അങ്ങനെ റെഡിയാക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ വീട്ടിലോട്ട് വന്ന് നമ്മുടെ അരിയൊക്കെ കഴുകാനായിട്ട് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ അരിക്കകത്ത് പുഴു ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മൾ അരി നോക്കിയൊക്കെ മേടിച്ചതാണ്, പക്ഷേ വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും പുഴു വന്നിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഈ പണ്ട് നമ്മൾ റേഷൻ കടയിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കത്തില്ലേ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞിക്കകത്ത് പുഴുവൊക്കെ കിടക്കത്തില്ലേ, അതുപോലെ പുഴു കിടപ്പുണ്ടായിരുന്നേ. ഞാൻ പിന്നെ ആ അരിയൊക്കെ കൊണ്ടുപോയി മാറ്റിയിട്ടാണ്
പിന്നെ വേറെ അരി മേടിച്ച് റെഡിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 12 മണിയായപ്പോൾ ദേവയെ വിളിക്കാൻ പോകണം, അങ്ങനെ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ പെരുമഴയുമായിരുന്നു ആ സമയത്ത്. പിന്നെ ഇപ്പോൾ കുറച്ച് നേരത്തൊക്കെ മഴയുള്ളൂ. അപ്പം കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഞാൻ റെഡിയാക്കി എടുത്തു. പിന്നെ ഈ അരിയൊക്കെ വേകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബിരിയാണി അരി വേകാൻ വേണ്ടിയിട്ട് വലിയ താമസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ പുഴുവിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വെള്ളത്തിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വെള്ളമൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്ത് ചെയ്യാൻ, അപ്പം നമ്മൾ ആ അരി മാറ്റി വേറെ അരി മേടിക്കുക എന്നുള്ളത് വേറെ കാര്യമുള്ളൂ. അങ്ങനെ വേറെയൊക്കെ അരി മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കുറേ ലേറ്റായി. എന്തായാലും ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ അടുപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബിരിയാണിയുടെ വെള്ളത്തിനകത്തേക്ക് ഞാൻ കുറച്ച് 2 തുള്ളിയായിട്ട് നമ്മുടെ ബിരിയാണിയുടെ എസൻസ് കിട്ടുവേ. നമ്മുടെ ബിരിയാണി അരിയൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ചോദിച്ചാൽ മതി ബിരിയാണിയുടെ എസൻസ് എവിടെയാണെന്ന്, ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കടകളിൽ കാണാതിരിക്കത്തില്ല, കാണും. അപ്പം ഞാനിത് മേടിച്ചത് ഈ അരി മേടിച്ച കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണിയുടെ എസൻസൊക്കെ മേടിച്ച് അതൊക്കെ ഒഴിച്ചു. അതിനകത്ത് കറുവപ്പട്ട, ഗ്രാമ്പൂ അതൊക്കെ നമ്മുടെ ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അരി കഴുകി ഇടുകയും ചെയ്തു. പിന്നെ നമ്മുടെ ബീഫ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുറിക്കാതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ തന്നെ കട്ട് ചെയ്തോളാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മതി കേട്ടോ. ഞാൻ മല്ലിയിലയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. അപ്പോൾ മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടെ ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒരു അടി അങ്ങോട്ട് അടിച്ചെടുത്തു കേട്ടോ. ഒരു ചെറിയ രീതിയിലൊന്ന്, ഒത്തിരി അങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അടിച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുവാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ആകുമ്പോഴത്തേക്കും ചിക്കൻ വറുത്താണ് ഞാൻ ബിരിയാണി വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ബീഫ് ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ പിടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ആ സമയത്ത് നമ്മൾ മല്ലിയിലയൊക്കെ കഴുകി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പേസ്റ്റാക്കുന്നില്ല, നല്ല രീതിയിൽ പേസ്റ്റാക്കിയൊന്നും എടുക്കുന്നില്ല, ഒരു ചെറിയ രീതിയിലൊന്ന് അരച്ചെടുക്കുക, അത്രയേ ഉള്ളേ. പച്ചമുളക് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഓടിപ്പോയി പച്ചമുളകൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പച്ചമുളക്, ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പം ഞാൻ 1 കിലോ ബീഫ് മേടിച്ചതിനകത്ത് പകുതിയോളം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം നമുക്ക് അത്രത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. 1 കിലോ ബീഫ് മേടിച്ച് നമുക്ക് ബിരിയാണി വെക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിറ്റേ ദിവസമാണെങ്കിൽ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ്. എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ഈ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം ഇച്ചിരി വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. ബിരിയാണിക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ബീഫാണെങ്കിലും അങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ അരിയാണെങ്കിൽ നമ്മുടെ ഈ അരിപ്പയിലോട്ട് അരിച്ചെടുക്കുവാണ്. അരിപ്പയല്ല, ഇതിന് നമ്മൾ ചോറ് കോരി എന്നൊക്കെ പറയും. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അങ്ങ് ഇടുവാണ്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം, ഒരുപാടങ്ങ് വെന്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ അരി. അപ്പോൾ ഈ കുഞ്ഞരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ അരിപ്പയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും വലിയ കുക്കർ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മറ്റേ കുക്കർ അങ്ങ് പോയി കേട്ടോ. ഇത് നമ്മുടെ വേറൊരു കുക്കറാണ്. അപ്പോൾ ആ കുക്കറിലോട്ട് നമ്മൾ കുറച്ച് ബീഫ് ഇട്ട് കൊടുത്തു. അതിലേക്ക് മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ കുക്കർ വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണേ. ഒരു 3 വിസിൽ ഞാൻ അടിച്ചിട്ടുള്ളായിരുന്നേ. പിന്നീട് നോക്കിയപ്പോൾ വെന്തില്ല. പിന്നെ ഒരു 4 വിസിലും കൂടെ പിന്നെയും അടിച്ചു. എന്നിട്ടാണ് കേട്ടോ ഈ കുക്കറിലിരുന്ന ഈ ബീഫ് അങ്ങ് വെന്ത് കിട്ടിയത്. അങ്ങനെ ഞാനാണെങ്കിൽ ഇത് അടുപ്പിലോട്ടങ്ങ് വെച്ച് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ. ഈ ബീഫ് ബിരിയാണി അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ആ സമയത്ത് ഞാൻ കുറേയൊക്കെ വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഈ വൃത്തികേടായി കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് കുക്ക് ചെയ്യാനൊരു മടിയായിരിക്കും. അങ്ങനെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് ബാക്കി ഞാൻ അവിടെ സവാള പോയി അരിയുവാണ്. ഇനിയിപ്പോൾ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് സവാളയും കൂടെ അരിഞ്ഞെടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ മല്ലിയിലയും റെഡിയാക്കി എടുത്തു. പിന്നെ തക്കാളി ഇച്ചിരി മാത്രമേ ഞാൻ ഇടുന്നുള്ളേ. ഒരുപാട് തക്കാളി ഇട്ട് കുളവാക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ തക്കാളി ഒന്ന്
അധികം ഇടുന്നില്ല. പിന്നെ സവാള നല്ല ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഞാനാണെങ്കിൽ ഒരു അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച്, നമുക്കിവിടെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊന്നുമില്ല. ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുന്നത് ഈ ഒരു ചീനച്ചട്ടിയിലാണ്. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ കാണുന്നൊരു കളിയാക്കുമായിരിക്കും. പക്ഷേ എന്തോ ബിരിയാണിക്ക് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെമ്പിൽ തന്നെ വെച്ചാലേ ബിരിയാണിക്ക് ടേസ്റ്റ് വരുമോ എന്നുള്ളതൊന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ ചട്ടിയിലാണ് എപ്പോഴും ബിരിയാണി വെക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മൾ ഇച്ചിരി നെയ്യ് ഉണ്ടായിരുന്നു, ഞാൻ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ മല്ലിയിലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവേ. അപ്പം ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുവാണ്. പിന്നെ നമ്മളതിലേക്ക് സവാള ഇട്ട് കൊടുക്കുവാണ്. സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ ഉപ്പിടുമ്പോൾ തന്നെ നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി എടുത്ത് വരും. അപ്പോൾ ആ ഉപ്പ് എടുത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുക. എന്നിട്ട് ലേശം ഒരു പകുതി മാത്രം, ഒരു തക്കാളിയുടെ പകുതി മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കുവാണ്. അതും കൂടെ വഴറ്റിയിട്ട് നമുക്ക് ഇനി മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് വേകട്ടെ. പിന്നെ നമ്മളിത് ലാസ്റ്റ് ഇത് ഒരുമിച്ച് കുക്കറിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബീഫ് വെന്തില്ല. ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ വെന്തില്ല. പിന്നെയും ഞാനിട്ട് ഒന്നുകൂടെ അടിച്ചു, 3-4 വട്ടം അടിച്ചു. അത് കഴിഞ്ഞൊക്കെയാണ് കേട്ടോ വെന്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ബീഫ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ കുറച്ച് മസാലയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബീഫ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ട് ബീഫ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഒന്നുകൂടെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പും ഒക്കെ പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മളെല്ലാം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തക്കാളിയുടെ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തക്കാളിയുടെ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുകയാണ് അടുത്ത ചെയ്യുന്നത്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നെയ്യിൽ നമ്മുടെ കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ബിരിയാണിക്ക് ഒരു കളറൊക്കെ വരും. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇച്ചിരി ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ബിരിയാണി സെറ്റാണ്. അപ്പോൾ ഇത് നമ്മളെടുത്ത് അടുപ്പിലോട്ട് കുറച്ച് നേരം, ഒരു 2-3 മിനിറ്റ് നേരം അടുപ്പിൽ വെച്ചേക്കുക, മൂടി വെച്ചേക്കുക. ഞാനിവിടെ കുക്കറിൻ്റെ മൂടിയൊക്കെ കൊണ്ടാണ് കേട്ടോ മൂടി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് എല്ലാം പൊട്ടിച്ചെടുക്കുക. പൊട്ടിക്കാനൊന്നും ഇല്ല, നമ്മൾ മൂടി വെച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളത് ബിരിയാണി എടുക്കുകയാണ്. പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി വെക്കാൻ പോവുകയാണ്. ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവേ. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നേ. ഞാനപ്പോൾ ഒരു കാര്യം മറന്നുപോയെന്ന് വെച്ച് ഇച്ചിരി പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിക്കേണ്ടതായിരുന്നു. അപ്പം ഞാനത് ഒഴിച്ചില്ല കേട്ടോ. ബിരിയാണിയുടെ എസൻസ് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പം ഇച്ചിരി ഗ്രേവിയൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ കുഴപ്പം. ഗ്രേവി കൂടുന്നത് ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും, ചിലർക്കൊന്നും ഗ്രേവി കൂടുന്നത് ഇഷ്ടമായിരിക്കത്തില്ല. അപ്പോൾ ഇച്ചിരി ഗ്രേവി ഇതിനകത്ത് കൂടുതലായിരുന്നു. അങ്ങനെ ഗ്രേവിയൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബിരിയാണിയൊക്കെ തന്നെ ആയിരുന്നേ. അപ്പോൾ ഞാനത് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റുവാണ്. പിന്നെ നമ്മുടെ സലാഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൈരങ്ങ് ഒഴിച്ചിട്ടുള്ളതല്ല, ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പപ്പടം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ബിരിയാണി. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് വിളമ്പി എടുക്കുവാണ്. കുറച്ച് തക്കാളിയും നമ്മുടെ സവാളയും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ചെറിയ സലാഡ് പോലെ ഉണ്ടാക്കി എടുത്ത് കേട്ടോ. അപ്പം ഞാനിത് 2 പ്ലേറ്റിലാക്കി മാറ്റി വെക്കുവാണ്, കുറച്ച് എടുത്ത്. ഇനി നമുക്ക് നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അച്ഛന് നമുക്ക് ഇപ്പോൾ എന്തൊരു വിശേഷം നടന്നാലും നമ്മൾ അച്ഛന് മാറ്റി വെച്ചിട്ട് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. അപ്പോൾ അച്ഛനും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഓടിപ്പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. പപ്പടവും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛന് വേണ്ടിയിട്ട് എടുത്തത് ഞാനെടുത്ത് ഓടിക്കൊണ്ടുപോയി ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ഞാൻ അച്ഛന് കൊണ്ടുപോയി വെച്ച് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പുറത്ത് നമ്മുടെ അമ്മയുണ്ട്, എൻ്റെ സഹോദരനുണ്ട്. അപ്പോൾ അവർക്കും കൂടെ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ബാക്കിയുള്ള ബിരിയാണി ഞങ്ങൾ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു സ്പെഷ്യൽ ബിരിയാണി തന്നെ ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് ഞങ്ങളും ബിരിയാണി കഴിക്കും. എനിക്ക് ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും എല്ലാ സാധനവും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. പപ്പടമാണെങ്കിലും സലാഡാണെങ്കിലും അച്ചാറാണെങ്കിലും ഇതെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. നല്ല ടേസ്റ്റായിരുന്നു. ബേബയ്ക്കും ബിരിയാണി ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അവൾ ആ ബിരിയാണി ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കും ഇതുപോലെ തന്നെ പപ്പടമാണെങ്കിലും സലാഡാണെങ്കിലും അച്ചാറാണെങ്കിലും എല്ലാം വേണം. എല്ലാം കൂട്ടി കഴിക്കാനാണ് അവൾക്കും ഇഷ്ടം. പിന്നെ കുറച്ച് ബിരിയാണിയും കൂടെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നേ. അതാണെങ്കിൽ ഞാനൊരു ഇലയൊക്കെ വെട്ടി നന്നായിട്ടൊന്ന് വാട്ടിയൊക്കെ എടുത്തിട്ട് ഞാനൊരു പാഴ്സലാക്കി എടുക്കുവാണ്. കാരണം ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കൊടുക്കാനാണ്. അവളാണ് എൻ്റെ കൂടെ എവിടെ വേണേലും വരികയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ അവൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാറുണ്ട്. അപ്പം എനിക്ക് ഇവിടെ ആകെയുള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനാണെങ്കിൽ ഈ പൊതി ബിരിയാണി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ഗ്രേവിയും എല്ലാം കൂടെ കൂട്ടി ഞാൻ അവൾക്ക് എടുക്കുവാണ്. അപ്പോൾ കുറച്ച് സലാഡും വെച്ചു, പപ്പടവും പിന്നെ എല്ലാം കൂടെ റെഡിയാക്കിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി പൊതിഞ്ഞെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ബിരിയാണിയും കൂടെ പാഴ്സൽ ചെയ്തെടുത്ത് കേട്ടോ. കുറച്ച് അച്ചാറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റായി കേട്ടോ. ഇനി അതങ്ങ് പൊതിഞ്ഞെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിരിയാണി പൊതിയും കൂടെ റെഡിയാക്കി. ഇത് കാണുമ്പോൾ എനിക്ക് ചേട്ടൻ പോകാൻ നേരത്ത് ബിരിയാണിയൊക്കെ ഞാൻ ഉണ്ടാക്കി പൊതിഞ്ഞു കൊടുത്തു വിടും. അതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇന്നത്തെ ബിരിയാണി അങ്ങ് തീർന്നു കിട്ടി കേട്ടോ. പിന്നെ കുറച്ച് ബീഫ് നമുക്ക് ബാലൻസ് ഇരിപ്പുണ്ട്. അത് നമുക്ക് പിറ്റേ ദിവസം കറിയാക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് വേണ്ടിയിട്ട് ഞാനതങ്ങ് അവൾക്ക് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി എല്ലാം കംപ്ലീറ്റ് തീർന്ന് കിട്ടിയേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അങ്ങനെ അവൾക്കും ബിരിയാണി കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ മുറ്റത്ത് മാറി അങ്ങ് ഇരിക്കും കേട്ടോ. അപ്പോൾ വർഷത്തിൽ 2 or 3 തവണ വരുന്ന ആളെയും കാത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും. അങ്ങനെ 5 വർഷം കഴിഞ്ഞ് പോയേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് ഒരു പാഴ്സൽ വന്നു കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചു എന്താ ഈ രാത്രി വന്നേന്ന് ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ തന്നു വിട്ട ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചാച്ചാ.